ഇന്നത്തെ എപ്പിസോഡിൽ വന്ന ആ ഒരു അർജുൻ ജിൻഡോ ഫൈറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവങ്ങളിലുള്ള ഫോട്ടോസാണ് ഈ വീഡിയോയ്ക്കകത്ത് പ്രേക്ഷകർ കാണുന്നത്. ഇതിനകത്ത് വളരെ ശക്തമായ രീതിയിലുള്ള പിടിവലി നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എപ്പിസോഡിനകത്ത് ഭയാനകമായ ഒരു ഫിസിക്കൽ അസാൾട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പിടിവലി ഉണ്ടായി. സ്മോക്കിംഗ് ഏരിയക്കകത്ത് നമ്മുടെ ഗബ്രിയും അതുപോലെ തന്നെ അർജുനും നിൽക്കുകയാണ്. അവിടെ അവരുടെ ഡോളുണ്ട്, അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അവിടേക്ക് അത് പൊട്ടിക്കാനായിട്ട് ജിൻഡോയും മുടിയനും ഒന്നിച്ചു വരുന്നു. രണ്ടുപേരെയും അവർ തടയുന്നു. ഈ തടയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ ഈ മുഖത്തിങ്ങനെ കൈവച്ചിങ്ങനെ അമർത്തി ഇതാക്കുന്നത് കൃത്യമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മേ ബി നടന്നിരിക്കാം. അത് പിന്നീട് അർജുൻ സമ്മതിക്കുന്നുണ്ട്, അത് നടന്നു. പക്ഷെ അത് അർജുൻ്റെ അവിടുത്തെ എപ്പിസോഡിൽ കണ്ട ഒരു നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് മാരകമായ ആക്രമണം നടത്തണമെന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിപ്പോൾ എപ്പിസോഡിൽ കാണിക്കാത്തതാണോ എന്നും നമുക്കറിയില്ല, ആ പോസിബിലിറ്റിയും ഉണ്ട്. പക്ഷെ എന്തായാലും പിടിവലി നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഗബ്രിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അവരെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ തടയുന്നതാണ്. അത് ഈ ഗെയിം അങ്ങനെയാണല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിലുള്ള പാവ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കും. അത് പൊട്ടിക്കാൻ ഇവർ വരുമ്പോൾ ഇവരും അകത്തേക്ക് കയറാൻ ഇവർ ശ്രമിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായി ഈ പിടിവലി ഉണ്ടാവും. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കഴിഞ്ഞിട്ട് അകത്ത് ആ സമയത്ത് തന്നെ ഡെൻ ടീമിൻ്റെ പാവ പൊട്ടുന്നു, പാവയുടെ ബലൂൺ പൊട്ടുന്നു. അത് അപ്പോൾ തന്നെ ബസർ കേട്ടിട്ട് ഇവർ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ മുടിയൻ പറയുന്നുണ്ട്, കഴുത്തി പിടിച്ച് കളിക്കരുത്, ഗബ്രി മര്യാദയ്ക്ക് പറഞ്ഞേക്ക്, കഴുത്തി പിടിക്കരുത്. അതായത് അർജുനെയാണ് പറഞ്ഞത്. അർജുൻ മുടിയൻ്റെ കഴുത്തിൽ പിടിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ആ സമയത്ത് ഇങ്ങനെ മുഖമൊക്കെ തടവിക്കൊണ്ട് തന്നെയാണ് ജിൻഡോയും പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ബലപ്രയോഗത്തിനിടയിൽ സംഭവിച്ചിരിക്കാം. അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് എന്താണെന്നുള്ളത് പറയട്ടെ. പക്ഷേ അർജുൻ ചെയ്തത് വലിയ തെറ്റായിട്ട് എനിക്ക് ഈ എപ്പിസോഡിൽ കണ്ടിട്ട് തോന്നിയിട്ടില്ല. അത് അവരവരുടെ ഡോളിനെ സംരക്ഷിക്കാനായിട്ട് ചെയ്തതായിട്ടാണ് തോന്നുന്നത്. ഈ ടോപ്പിക്കിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇത്ര തന്നെയൊക്കെ ഉള്ളൂ അന്ന് ജിൻഡോയും ടാസ്ക് ചെയ്തത്. പക്ഷെ ജിൻഡോ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു കുറ്റമായിട്ട് കാണുകയും അർജുനും ഗബ്രിയും ചെയ്യുമ്പോൾ അത് ടാസ്കിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് അവർ തന്നെ പറയുന്നതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് മുമ്പത്തെ ടാസ്കുകളിൽ ജിൻഡോ ചെയ്തതാണെങ്കിലും അതിനു മുമ്പത്തെ ടാസ്കിൽ അഭിഷേക് ശ്രീകുമാർ ചെയ്തതാണെങ്കിലും ഇന്നിപ്പോൾ അർജുനും ഗബ്രിയും ചെയ്തതാണെങ്കിലും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് കാണുന്നത് അങ്ങനെയല്ല. ജിൻഡോ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായ ആക്രമണം, ഫിസിക്കൽ അസൾട്ടൊക്കെയാണ്. ഇവരങ്ങോട്ട് തിരിച്ച് ജിൻഡോയെ ചെയ്യുമ്പോൾ അത് പാർട്ട് ഓഫ് ഗെയിം. ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് മാത്രമാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് മാറ്റിവെച്ചാൽ ഈ പിടിവലിയും അല്ലെങ്കിൽ ഉന്തും തള്ളുമൊക്കെ പാർട്ട് ഓഫ് ഗെയിം തന്നെയാണ്. ഇത്തരത്തിലുള്ള ടാസ്കുകൾ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. അത് അതിര് വിട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും ബോസിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. എപ്പിസോഡ് കണ്ടിട്ട് എനിക്കത് അതിര് വിട്ടതായിട്ട് തോന്നുന്നില്ല. ഇനി ശരിക്കും നടന്നിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാത്തതാണോ, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പക്ഷേ ഈ ഒരു പിടിവലി തന്നെ ജിൻഡോയ്ക്ക് വേദന ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ജിൻഡോ അതിനൊരു ഗെയിമായിട്ട് യൂസ് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഞാൻ കണ്ടത് വെച്ച് ഒരു വലിയ ഫിസിക്കൽ അസാൾട്ടായിട്ട് നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ. ഇത് നാളെ ജിൻഡോ ചെയ്താലും ഇതിനെ ഗെയിമായിട്ട് കാണുക. അല്ലാതെ ജിൻഡോ ചെയ്യുമ്പോൾ മാത്രം അത് വലിയ തെറ്റായിട്ട് കാണുകയും വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ അത് ഗെയിമായിട്ട് മാറുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.